നമ്മൾ കനത്ത ചൂടിനെ കുറിച്ച് പറയുകയായിരുന്നു. ഈ ചൂട് കൂടുമ്പോൾ പാമ്പുകൾ ഉൾപ്പെടെ ഇഴജന്തുക്കളുടെ ശല്യവും അതിരൂക്ഷമാവുകയാണ്. സംസ്ഥാനത്തെ പലയിടത്തു നിന്നും പാമ്പ് കടിയേറ്റുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വന്നത് ഇന്ന് തിരുവനന്തപുരം ചിറയൻകീഴിൽ നിന്നാണ്. അവിടെ 8 വയസ്സുകാരനാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. അതിലിപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് DMO. അടിയന്തര റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കുട്ടിയെ ആദ്യം എത്തിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. പിതാവിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം. തല ഇറങ്ങുന്നില്ല, രണ്ടായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ വേണ്ടത്ര ഗൗരവമായിട്ട് എടുത്തില്ല. അവർ ഡോക്ടർ ഒന്ന് തൊട്ട് പോലും നോക്കിയില്ല. എന്തിനാണ് അവിടെ ഛർദ്ദിക്കണമെന്ന് ഛർദ്ദിച്ച് പാതി വെച്ച് തൊണ്ടയിൽ കുടുങ്ങി എന്തോ പിന്നെ സംസാരമൊന്നും വെളി വന്നില്ല. അവൻ തൊണ്ടയിൽ കൈ കാണിച്ചുകൊണ്ടിരുന്നു. അവർ ആ സമയത്ത് ഒരു ഒന്നും നോക്കിയതില്ല. ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ടെന്നാണ്. നമ്മൾ ചെന്നിട്ട് ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾ നടക്കണമെങ്കിലും ആ ഒരു സീരിയസ്നെസ് കണ്ടില്ല. കാരണം ഞാൻ കണ്ടില്ല, പാമ്പാണെന്ന് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പാമ്പ് കടിച്ചെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല കടിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവ ഇത്രയും പറഞ്ഞിട്ട് ആ ഒരു സീരിയസ്നെസ് അവർ കാണിച്ചില്ല. എന്നാൽ പ്രാഥമിക ടെസ്റ്റുകളിൽ കുട്ടിയെ പാമ്പ് കടിച്ചതായി കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ആശുപത്രിയുടെ വിശദീകരണം. മരിച്ച 8 വയസ്സുകാരൻ ദീക്ഷലിന്റെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. വൈകിട്ട് അഴൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഇന്നലെ രാത്രി മുത്തശ്ശിക്കൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കുട്ടിയെ മൂർഖൻ പാമ്പ് കടിച്ചത്. വീടിനകത്ത് നിന്ന് ഈ പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തു. സാന്ത്വന സാജു ചേരുന്നുണ്ട് വീട്ടിൽ നിന്ന്. സാന്ത്വന, നമ്മൾ ആ വീടിന്റെ സാഹചര്യം നേരത്തെ കാണുകയായിരുന്നു. വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ നിലത്ത് കിടന്നുറങ്ങിയ സമയത്താണ് പാമ്പ് കടിച്ചത്. മൂർഖൻ പാമ്പ് തന്നെയാണ് കടിച്ചതെന്ന് നിഗമനത്തിലേക്ക് എത്തുന്നു. പാമ്പിനെ ഏതായാലും വീട്ടുകാർ കണ്ടെത്തി തല്ലി കൊന്നിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ഉയരുന്ന ഒരു ആരോപണം ഈ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ നൽകിയില്ല ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എന്നതാണ്. അവിനിത, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴ് അരൂരിലുള്ള ദീക്ഷലിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ വീട് കണ്ടാൽ തന്നെ അറിയാം ആ വീടിൻ്റെ ഒരു സ്ഥിതി, അവരുടെ ഒരു അവസ്ഥ ഒക്കെ നമുക്ക് ആ വീട് കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നതാണ്. ആ വീട്ടിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ദീക്ഷലിൻ്റെ അച്ഛനും അമ്മയും അനീത്തിയും അതുപോലെ തന്നെ ദീക്ഷലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ അമ്മയ്ക്കൊപ്പം ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് ദീക്ഷലിനെയാണ് രാത്രി ഏതാണ്ട് ഒരു 2:30 തന്നെ പാമ്പ് കടിച്ചത്. 2:45 തന്നെ അവർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്താണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി. നേരെ കൊണ്ടുപോയത് ആശുപത്രിയിലേക്കാണ്. കാരണം കുഞ്ഞ് കരഞ്ഞ് എണീറ്റ് പറഞ്ഞത് കാലിലെന്തോ കടിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. ഉടൻ തന്നെ നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന പ്രാഥമികമായ ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തപ്പോൾ പാമ്പ് കടി ഏറ്റിട്ടില്ല, അല്ലെങ്കിൽ വിഷം തീണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ ടെസ്റ്റിൽ വിഷമൊന്നും കണ്ടെത്താത്തത് കൊണ്ട് തന്നെ ആന്റിവെനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നിട്ടും അത് നൽകാൻ തയ്യാറായില്ല എന്നും അവർ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ പാമ്പ് കടി ഏറ്റിട്ടില്ലാത്ത ഒരാൾക്ക് ആന്റിവെനം നൽകുകയാണെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നൽകാതിരുന്നത്. ഇവിടെ 2:45 എത്തിയപ്പോൾ കാലിലെന്തോ കടിച്ചു എന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും കുഞ്ഞിനെ കൊണ്ടുചെന്നത് എന്നുകൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് കുഞ്ഞ് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഛർദ്ദിക്കുന്നതടക്കം കണ്ടു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ 3:10 തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പക്ഷേ ദീക്ഷലിന്റെ അച്ഛൻ ദിലീപ് വ്യക്തമാക്കുന്നത് അത്തരത്തിലല്ല. ആശുപത്രി അധികൃതർ കുഞ്ഞിനെ കൃത്യമായി പരിപാലിക്കുകയോ ആന്റിവെനം നൽകാൻ തയ്യാറാകുകയോ ചെയ്തില്ല. അത് നൽകിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞ് ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് മാത്രമല്ല, കൃത്യമായി ചികിത്സ ഡോക്ടർ ഒന്ന് തൊട്ടുപോലും നോക്കിയില്ല എന്നാണ് എന്തായാലും കുഞ്ഞിൻ്റെ അച്ഛൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ദീക്ഷലിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. വൈകിട്ട് ഒരു 3:30 തന്നെ ഈ വീട്ടുവളപ്പിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ വീട്ടിൽ പുരോഗമിച്ച് വരികയാണ്. മറ്റാളുകളൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് DMO ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ വിശദീകരണം നൽകാനാണ് ഇതുമായി ബന്ധപ്പെട്ട് DMOയും സൂപ്രണ്ടിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വിനിത, വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. കുഞ്ഞിന് അവിടെ കുഴിമാടം ഒരുക്കുകയാണ് ബന്ധുക്കൾ. ചെറിയൊരു വീടാണ്. അതിനകത്ത് അച്ചമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങുന്നതിനിടയിലാണ് ആ കുട്ടിയെ പാമ്പ് കടിക്കുന്നത് രാത്രി. ഏതായാലും ചികിത്സ വൈകി എന്നുള്ള, അല്ലെങ്കിൽ അതിൽ വീഴ്ച വന്നു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണം ഇപ്പോൾ പരിശോധിക്കുകയാണ്. DMO റിപ്പോർട്ട് തേടിയിട്ടുള്ള. സാന്ത്വനയിലേക്ക് നമുക്ക് വീണ്ടും എത്താം. 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിക്കുന്നത്.